ശബരിമല മേൽനോട്ടത്തിന് വികസന അതോറിറ്റി രൂപീകരിച്ച സംസ്ഥാന സർക്കാർ. ശബരിമല വികസന അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി വൈസ് ചെയർമാനും ശബരിമലയുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ശബരിമല വികസന അതോറിറ്റിയുടെ ഭാഗമാകും. ശബരിമലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും വകുപ്പുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുമായി മുഖ്യമന്ത്രി ചെയർമാനും ദേവസ്വം വകുപ്പ് മന്ത്രി വൈസ് ചെയർമാനുമായി ശബരിമല വികസന അതോറിറ്റി എന്ന പേരിൽ ഒരു പുതിയ സംവിധാനം രൂപീകരിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അതോറിറ്റിയുടെ ഭാഗമാകും. ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തികൾക്കും മേൽനോട്ടം മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ശബരിമല വികസന അതോറിറ്റി ആയിരിക്കും തീരുമാനിക്കുക. മറ്റു വകുപ്പുകൾ ഏകോപിപ്പിക്കുന്ന കാര്യവും അതോറിറ്റി നിക്ഷിപ്തമാണ്. ശബരിമല റോപ്വേ നിർമ്മാണം, ശബരിമല മാസ്റ്റർ പ്ലാൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളെല്ലാം അതോറിറ്റിയുടെ ചുമതലയോടെയാകും നടപ്പിലാകുക. 2020 ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി ആരംഭിക്കുന്നത്. നാളിതുവരെ 140 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാരിന്റെ വാദം. ശബരിമല മാസ്റ്റർ പ്ലാൻ ഹൈപവർ കമ്മിറ്റിയിലെ പ്രവർത്തനങ്ങളുടെ കാലതാമസം കാരണം ഫണ്ട് യഥാസമയം ചെലവഴിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്നു. ശബരിമല വികസന അതോറിറ്റിയുടെ രൂപീകരണത്തോടുകൂടി അത്തരത്തിൽ ഫണ്ട് ചെലവഴിക്കുന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധമായി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ വാദം. വിവിധ കരാർ കമ്പനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന പ്രവൃത്തികളാണ് ശബരിമല വികസന അതോറിറ്റി പൂർത്തിയാക്കുക. ജനം, തിരുവനന്തപുരം.